കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. അതിന് പരിപ്പല്ല, അരിയല്ല, പഴപ്പായസം ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കാൻ ശ്രമിച്ചാലും തേനും പാലും വീണ്ടും ഇവിടെ ഒഴുക്കാൻ ശ്രമിച്ചാലും ഇനി അമീർ ഷാ നേരിട്ടാണ് തൃശ്ശൂർ നിയന്ത്രിക്കുന്നതെന്നാണ് പത്രങ്ങളിലൂടെ BJPയുടെ ദേശീയ നേതൃത്വങ്ങൾ വാർത്ത കൊടുക്കുന്നത്. അപ്പം ഇനി എത്ര കോർപ്പറേറ്റ് ധനശേഖരണം തൃശ്ശൂർ നടത്തിയാലും, എത്ര പണമൊഴുക്ക് തൃശ്ശൂർക്ക് വന്നാലും, തൃശ്ശൂരിലെ മാനവികത, രാഷ്ട്രീയ പ്രബുദ്ധത ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും. BJP അക്കൗണ്ട് തുറക്കാതിരിക്കുക മാത്രമല്ല, BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് മാറും. അത് മാറ്റുന്നതിന് മതനിരപേക്ഷതയുടെ വിശ്വാസികളായ ആളുകളെല്ലാം ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറേ കൂടി മതനിരപേക്ഷതയുടെ പിന്തുണ ഇത്തവണ തൃശ്ശൂർ UDFിനുണ്ടാകും. ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു BJP ആ ദേശീയ തലത്തിൽ. BJPക്ക് എവിടെയൊക്കെ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ പറ്റും അതിന് ഞങ്ങൾ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ അതിൻ്റെ കഠിനാധ്വാനം ചെയ്യും, വിട്ടുവീഴ്ചയും ചെയ്യും. അതിന് കോൺഗ്രസ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം, ഒരു സംശയം വേണ്ട. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്നലെ തൃശ്ശൂർ വെച്ച് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ള ആശങ്കയാണ്, ഞങ്ങളത് കൃത്യമായി വെരിഫൈ ചെയ്യുന്നുണ്ടെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ളൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ BJPയെ സഹായിക്കാൻ CPM അങ്ങാനും ശ്രമിച്ചാൽ തൃശ്ശൂരിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ചൂട്ട മറുപടി BJPക്ക് കൊടുക്കും. തൃശ്ശൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും കരുവന്നൂർ കമ്മ്യൂണിസ്റ്റുകാരല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥലമാണ് തൃശ്ശൂർ. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാരണവശാലും ആരെങ്കിലും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് പിന്നാമ്പുറത്തു കൂടെ കൊടപിടിക്കാൻ ശ്രമിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ അതിന് ചെറുത്തു തോൽപ്പിക്കുന്ന യുവാക്കളും തൊഴിലാളികളും പരമ്പരാഗത ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരുമുള്ള നാടാണ് തൃശ്ശൂർ എന്ന കാര്യം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പ്രഭാതേ, കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവർ, കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്നവർ, കോൺഗ്രസിൻ്റെ കൊടിയുടെ തണലിൽ നിന്ന് പൊതുജീവിതവും ജനാധിപത്യ ജീവിതവും ആസ്വദിച്ചവർ, ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനോ ഭീഷണിക്കും വഴങ്ങി വേറെ എന്തെങ്കിലും പുതിയ ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടി പോയാൽ അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകും. ഇതിനു മുൻപും കാലം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്, അത് തെളിയിക്കും. ലോകത്തിലെ ഫാസിസ്റ്റുകളെല്ലാം ഇത്ര പീരീഡ് എന്നുള്ളത് ലോക ചരിത്രത്തിലുണ്ട്. എല്ലാ ഫാസിസ്റ്റുകൾക്കും നിശ്ചിതമായൊരു പീരീഡ് ഉണ്ടായിട്ടുണ്ട്. അതേ പീരീഡ് ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനും അവരുടെ സംഘപരിവാർ ഫാസിസത്തിനും ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഏതെങ്കിലും ഭീഷണിക്കോ കേന്ദ്ര ഏജൻസികളുടെ ഭയത്തിനോ മറ്റേതെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടിയോ കോൺഗ്രസ് വിട്ടുപോകുന്നവർ വൈകാതെ ചരിത്രത്തിൻ്റെ ചവുറ്റുകൊട്ടയിൽ കാണാം.